മനുഷ്യന് തീരെ സ്വാതന്ത്ര്യമില്ലാത്തൊരു പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് വല്ലാതെ ആരോപണം വരാറുണ്ട്. എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അള്ളാഹു തആല എല്ലാം കണക്കാക്കിയ ഒരു സൃഷ്ടാവ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ ചിന്തിക്കുന്നതടക്കം അള്ളാഹുവിനറിയാം. അപ്പം അതുകൊണ്ട് തന്നെ തീരെ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന ഒരാളുടെ നമ്മൾ അധീശതയിലാണെന്നൊക്കെ പറയുന്ന പോലെ ഒരു സമ്പൂർണ്ണ അധികാരമുള്ള പരമാധികാരമുള്ള ഒരു സൃഷ്ടാവിന് കീഴിൽ ഇങ്ങനെ ജീവിക്കുന്നൊരു ആശയമാണ് മതം എന്നൊക്കെ നിരന്തരമായിട്ട് വിമർശിക്കാറുണ്ട്. ശരിക്കും ഇസ്ലാമിനെ അടുത്തറിയുമ്പോൾ അതിനെ കൃത്യമായി അന്വേഷിക്കുമ്പോഴാണ് ശരിക്കും മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ ഒരു മതം എന്ന നിലക്ക്, ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ആരാധനകളുണ്ടാവും, അതിന് നിയമസംഹിതകളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തോട്, മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തോട് അത്രയും ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ എല്ലാ ആരാധനകളും നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ പോലും ഇപ്പോൾ കാണാം, നല്ല കരുതലുണ്ടായാൽ, നല്ല നീയത്തുണ്ടായാൽ അത് ഒരു വിശുദ്ധമായ ആരാധനയാണ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെയാണ് ശരിക്കും വിശുദ്ധ ഇസ്ലാം എന്ത് ചെയ്യുന്നത്, ഒരു ആരാധനകർമ്മമായി അല്ലെങ്കിൽ ഒരു മികച്ച ജീവിത രീതിയായി സമൂഹത്തിന് സമർപ്പിക്കുന്നത്. അത്രയും മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ തന്നെ മരത്തിൽ നിന്ന് നമ്മളാരും ചെയ്യാത്തൊരു പക്ഷി അതിൽ നിന്ന് ഫലം കൊത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ധർമ്മത്തിൻ്റെ ഭാഗമാണ്, ധർമ്മത്തിൻ്റെ പ്രതിഫലം ലഭ്യമാകും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ജീവിതം തന്നെ ഒരു ആരാധനയായിട്ട്, ഇപ്പോൾ നമ്മൾ പറയും നിസ്കരിക്കണം, ഇപ്പോൾ നിസ്കാരത്തിൽ രോഗിയായ ഒരാൾ നിസ്കരിക്കേണ്ട രൂപത്തിൽ മാറ്റങ്ങളുണ്ട്. അയാൾക്ക് ഇപ്പോൾ ഇരുന്ന് നിസ്കരിക്കാനുള്ള അനുവാദം വരുന്ന സന്ദർഭങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം എന്നൊക്കെ നമുക്ക് പറയാം. മനുഷ്യൻ്റെ എല്ലാ ചാബല്യങ്ങളെയും ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ട്, ആരാധന വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ആകത്തുക. ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലെ ഇസ്ലാമിൻ്റെ ഒരു മനോഹരതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്, രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്ന് പറയാമല്ലോ. പക്ഷേ ഈ യുക്തിവാദികൾ എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ടീം നിരന്തരമായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി നിരന്തരം ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നന്മ ചെയ്താലും തിന്മ ചെയ്താലൊക്കെ രണ്ട് മാലാഖമാർ മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന യഥാർത്ഥത്തിൽ ഇപ്പോൾ മതത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം അതോറിറ്റിയാണ്. എല്ലാ നിലക്കും എല്ലാ പരമാധികാരത്തിൻ്റെ ഒരു അങ്ങേയറ്റാണ് ഒരു സൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൃഷ്ടാവിനെ എന്ത് ചെയ്യാം, അപ്പോൾ അടിമകളോട് ഇങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പ് നൽകാതെ അവരെ ഏത് രൂപത്തിലും ശിക്ഷിക്കാനുള്ള അധികാരം യുക്തി പറയുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം, അധികാരം ഉണ്ടായിരിക്കെ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. മറിച്ച് ഇസ്ലാമിൻ്റെ ഒരു നിലപാട് എങ്ങനെയാണ്, നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലമുണ്ട് അല്ലെങ്കിൽ ഈ തിന്മകൾക്ക് ശിക്ഷയുണ്ട് എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി അറിയിക്കുകയാണ്. ആ രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും അതിനുള്ള ഒരുപാട് ഈ പ്രേരണകൾ ഇസ്ലാം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ വായിക്കുമ്പോൾ അത്തരം വിമർശനമായി ഉന്നയിക്കുന്ന കാര്യം പോലും ഒരു ഇസ്ലാമിൻ്റെ ഒരു മനോഹാരിതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. CCTV ഒക്കെ വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു വീടിന് മുമ്പിൽ നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ് എന്ന് എഴുതുന്നത് എന്തിനാണ്? ശരിക്കും അവിടെ ഒരു മോഷണം നടക്കാതിരിക്കണം അല്ലേ എന്ന് കരുതുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ഈ റക്കീബ് അത്തീദ് എന്ന് പറഞ്ഞ രണ്ട് മാലാഖമാരുടെ ആ ഒരു സംഭവം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും അതിലൂടെ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ആശയമുണ്ട്. ശരിക്കും ഒരു റെസ്പോൺസിബിൾ ബീയിങ്, ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളായിരിക്കണം അടിമ എന്നുള്ള വലിയൊരു ബോധം അതിൽ നിന്ന് വരികയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ നമ്മളെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിത രീതികളൊക്കെ മാറ്റങ്ങൾ വരും. അതുപോലെ നമ്മുടെ ജീവിതത്തെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളുണ്ട്, കൃത്യമായി നിരീക്ഷിക്കാൻ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രൂപപ്പെടുന്ന ഒരു ഉത്തരവാദിത്വ ബോധം മനുഷ്യരിൽ നിന്ന് രൂപപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരവാദിത്തത്തിൻ്റെ വിഷയം പറയുമ്പോഴും അവിടെ വരുന്നൊരു ചോദ്യമാണ്, ഇപ്പോൾ നിരന്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മതത്തെ വിമർശനം എന്ന് പറയാൻ പറ്റില്ല, പരിഹസിക്കുന്ന ആളുകൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാം ഒരു അതായത് ഡിസയർ ആൻഡ് ഫിയർ, പേടിപ്പിക്കുക പ്രതീക്ഷ കൊള്ളുക, അതായത് കൊതിപ്പിക്കുക പേടിപ്പിക്കുക എന്നുള്ള ഒരു റൂട്ടിലൂടെ ആളുകളെ നിലനിർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളതിന് മറുപടി പറയേണ്ടത് ഇസ്ലാം അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ആത്യന്തികമായിട്ട് ഈ ഒരു വിഷയം കൊണ്ട് എന്താ നടക്കുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഇതുകൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു ലളിതമായിട്ടുള്ളൊരു മറുപടി വൃദ്ധസദനങ്ങളിലെ മുസ്ലിങ്ങളായ ആളുകളുടെ, ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളുകളുടെ മാതാപിതാക്കൾ കുറയുന്നു എന്നുള്ളതാണ്. ആ രൂപത്തിൽ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങളൊരു നന്മ ഈ രൂപത്തിലുള്ള നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴുകുന്ന പുഴകളിലുള്ള ആ രൂപത്തിലുള്ള രമ്യഹർമ്മങ്ങൾ, വലിയ സൗഖ്യങ്ങൾ നിങ്ങൾക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ ചില തിന്മ ചെയ്യുമ്പോൾ
നിങ്ങളോട് എന്താണ് മതം എന്ന് കൽപ്പിക്കുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഇത്ര കഠോരമായിട്ടുള്ള ശിക്ഷ, നരക ശിക്ഷയുണ്ട്, നിങ്ങൾ നരകത്തിൽ തീയിൽ വെന്തുരുകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴും അതിൻ്റെ ഒരു ഫലം എന്താണ്? ഈ രൂപത്തിൽ ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ, മനുഷ്യരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ, അക്രമങ്ങളിലൊന്നും ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ അതിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഇസ്ലാം ഒരു കോപ്പെ പ്രത്യയശാസ്ത്രമാണെന്ന് അഭിമാനത്തോടു കൂടെ പറയാമെന്നുള്ളതാണ്. ഇതിന് നമ്മളെപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ശരിക്കും ഈ ഫുട്ബോളിൻ്റെ. ഇപ്പോൾ ഫുട്ബോളിൽ റെഡ് കാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിനുള്ള സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കളിക്കാർ ചെയ്യും. കാരണം റെഡ് കാർഡ് കിട്ടിയാൽ പിന്നെ അവർക്ക് ആ കളി കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഒരു അനിവാര്യതയാണല്ലോ. സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു വിഷയം ഇല്ലെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു കായിക ഇനം 22 ആളുകൾ കൂടിയ കൂട്ടത്തല്ലായിട്ട് മാറും, സ്വാഭാവികമാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, അങ്ങനെ സിസ്റ്റങ്ങളൊക്കെ നമ്മുടെ ഈ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ നിരന്തരമായി അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതെ, നിയമസംഹിതകളും കാര്യങ്ങളൊക്കെ അനിവാര്യമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം അനന്തരഫലങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു സിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ച്. ഇപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാകുന്നത് കൊണ്ട് കൃത്യമായി നമ്മളെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് അനന്തരഫലം ഉണ്ടാകുന്ന ഒരു ലോകം ആവശ്യമാണ് എന്ന് നമുക്ക് തീർപ്പ് പറയാൻ കഴിയും. ഇപ്പോൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എസ്കറ്റോളജിക്കൽ സിദ്ധാന്തമാണ്. എന്ന് വെച്ചാൽ മരണശേഷം ഈ ലോകത്ത് അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഒരു അനന്തരഫലത്തെ, അതിൻ്റെ ഒരു വിലയിരുത്തലിന്, ഒരു വാല്യുവേഷന് വേണ്ടിയിട്ടുള്ളൊരു ലോകം കൂടെ ഇനിയുണ്ട് എന്ന് പറയുന്ന ഒരു സത്യം. ആ ഒരു ആശയമാണ് ശരിക്കും വിശുദ്ധ ഇസ്ലാമിൻ്റെ നല്ല ഏറ്റവും മനോഹരമായ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. എസ്കറ്റോളജിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു തലം എന്ന് പറഞ്ഞാൽ ഒരു ഭൗതിക ശാസ്ത്രത്തിൽ അത്ര കണ്ട് ഒരു തത്വമായിട്ട് അല്ലെങ്കിൽ ഒരു ശാസ്ത്രശാഖയായിട്ട് നിലനിൽക്കുന്നില്ല, ഒരു മതത്തിൻ്റെ വെർഷനാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ നിലവിലെ ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണ നിഗമനങ്ങൾ എത്തിയിരിക്കുന്ന ഒരു നില പരിശോധിച്ചാൽ ഒരു ഫിസിക്കൽ എസ്കറ്റോളജി എന്നൊക്കെ നമുക്ക് പറയാവുന്ന രൂപത്തിൽ അത്തരത്തിലൊരു സംജ്ഞ നിലനിൽക്കുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ ബിഗ് ബാങ് തിയറിയിലൂടെയാണ് ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു തുടക്കം എന്നൊരു തരത്തിൽ നമുക്ക് പറയാമല്ലോ. അപ്പം അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ഒരു ഘട്ടത്തിൽ സൂര്യൻ്റെ ഈ ഒരു ഊർജം ചൂട് തീരുന്നതോടുകൂടെ നശിക്കുന്നതോടുകൂടിയിട്ട് ഒരു ബിഗ് ഫ്രീസിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഗ്രാവിറ്റേഷൻ്റെ, നമ്മുടെ ഈ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഒരു പരിധിയിലെത്തുമ്പോൾ പിന്നീട് അതിൽ നിന്ന് വിട്ട് വികസിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പോൾ ആ അവസരത്തിൽ വീണ്ടും ഭൂമി ചുരുങ്ങിക്കൊണ്ട് ഒരു ബിഗ് ക്രഞ്ചിലൂടെ എനിക്ക് പറയുന്നുണ്ട്, അതിലൂടെ ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം നശിക്കുമെന്ന ഒരു വാദത്തിലേക്ക് ഈ ഒരു ഭൗതിക ശാസ്ത്രം എത്തിയിട്ടുണ്ട്. സയൻസും ഈ എസ്കറ്റോളജിക്കൽ സിദ്ധാന്തത്തോട് അടുത്തു വരുന്നു എന്നാണ്. നമുക്ക് മതത്തെ സമീകരിക്കേണ്ട, പ്രതിഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അവർ പോലും ആ തരത്തിലേക്ക് ലോകം നശിക്കും അല്ലെങ്കിൽ പ്രപഞ്ചം നശിക്കും, അതിന് അവസാനം ഉണ്ട് എന്നുള്ള രൂപത്തിലേക്ക് ആ നിഗമനങ്ങൾ പോലും എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും ഈ ലോകത്ത് എന്തുകൊണ്ട് പ്രതിഫലം നൽകിക്കൂടാ എന്ന് പറയുന്ന ഒരു മറുചോദ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു നന്മയ്ക്ക് ഇവിടെ നിന്ന് തന്നെ പ്രതിഫലം നൽകുക, നമ്മൾ ചെയ്യുന്ന ഒരു തിന്മയ്ക്ക് ഇവിടെ നിന്ന് തന്നെ ശിക്ഷ ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് ഒരു അനന്തര ഫലങ്ങൾക്ക് വേണ്ടി മറ്റൊരു ലോകം ഉണ്ടാവാൻ? ശരിക്കും അതെ, യുക്തിപരമായിട്ട് തന്നെ നമുക്കത് അത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയാൻ കഴിയും. എന്ന് വെച്ചാൽ 100 ആളെ കൊന്ന ഒരാളെ ഒരു വട്ടം നമുക്ക് തിരിച്ചു വല്ലാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ച് പറയും, അനേകം ജൂതരെ കൊന്ന ഒരു ക്രൂരനാണ്, അനേകം മനുഷ്യരെ കൊന്ന ക്രൂരനാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയും. അഡോൾഫ് ഹിറ്റ്ലർക്ക് പരമാവധി ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകമല്ലേ. അതിനപ്പുറത്തേക്ക് ഒരാളെ ഒന്നേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അത് നേരെ മറിച്ചുണ്ടാവും. ഇപ്പോൾ ഞാനൊരു മാവ് നട്ടുന്നു, ആ മാവിൽ നിരന്തരമായി മാങ്ങകൾ ഉണ്ടാവുന്നു. ഈ മാങ്ങകൾ കഴിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ അത് കൊടുക്കാം, അത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതം നൽകുന്നു. ആരൊക്കെയോ അത് കഴിക്കുന്നു, അതിൽ നിന്ന് രൂപപ്പെടുന്ന അനന്തരമായി വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന മാവുകൾ, അതിൻ്റെയൊക്കെ ഒരു കാരണക്കാരൻ ശരിക്കും ഞാനാണ്. അതിനെങ്ങനെയാണ് എനിക്ക് ഈ ലോകത്ത് പ്രതിഫലം നൽകുക? ആ രൂപത്തിലല്ല ശരിക്കും ഈ ഒരു ലോകത്തെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ലോകത്ത് അതിന് പ്രതിഫലം നൽകാൻ കഴിയില്ല എന്നുള്ളത് ഒരു തീർച്ചയാണ്. നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉദാഹരണത്തിന് ഒരു രാജ്യവിരുദ്ധമായൊരു കുറ്റം ചെയ്താൽ അവിടെ എങ്ങനെയാണ് പ്രതികരണം ഉണ്ടാവുക? ഒരിക്കലും ആ ചെയ്ത പ്രവൃത്തിയുടെ അതിൻ്റെ ടൈം ഡ്യൂറേഷനോ അതൊന്നും പരിഗണിച്ചുകൊണ്ടല്ല, മറിച്ച് അവനക്ക് ജീവപര്യന്തോ ആ രൂപത്തിലുള്ള ശിക്ഷകളായിരിക്കും. അപ്പോൾ ആ രൂപത്തിൽ തന്നെ നമുക്ക് ഇവിടെ പറയാൻ കഴിയും. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം അതോറിറ്റി ആകുമ്പോൾ ശിക്ഷയുടെ അതിൻ്റെ കാഠിന്യം തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടുകൂടെയാണ് നമ്മൾ പറഞ്ഞ യുക്തിപരമായിട്ടുള്ള ഒരു മറ്റൊരു അതിൻ്റെ ഒരു മറുവശം കൂടെ. അതെ, അതിപ്പോൾ നമ്മളിങ്ങനെ പറയാൻ കഴിയും, ഇപ്പം സത്യനിഷേധികൾ സ്ഥിരമായി നരകത്തിലാണ് എന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതിന് മറ്റൊരു ലോകം അനിവാര്യമാണെന്ന് നമ്മൾ യുക്തിപരമായി സമർത്ഥിക്കുമ്പോഴും ഇപ്പോൾ
പല ആളുകളും ഇസ്ലാമിനെതിരെ ഒരു വിമർശനമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 10-70 കൊല്ലം ജീവിക്കുന്ന ഒരാൾക്ക് അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് മുഴുവൻ തെറ്റ് ചെയ്തു എന്ന് സങ്കല്പിക്കാം. ഉദാഹരണത്തിന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഇല്ല. അത്തരം ഒരാൾക്ക് നൽകുന്ന ശിക്ഷ ആ ഒരു കാലത്തേക്കല്ല, മറിച്ച് അനന്തകാലത്തേക്കാണ്. അതെങ്ങനെയാണ് നമുക്ക് യുക്തിപരമായിട്ട് അതിനെ സ്ഥാപിക്കാൻ കഴിയുക എന്ന് പലരും അതാണ് നമ്മൾ നിലവിൽ പറഞ്ഞ വിഷയം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജീവപര്യന്തം തടവ് ഒരാൾക്ക് ലഭ്യമാവുന്നത് ചിലപ്പോൾ അയാൾ ഒറ്റ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടായിരിക്കും. എന്ന് വെച്ചാൽ എത്ര കാലം അയാൾ തെറ്റ് ചെയ്തു എന്നതല്ല, തെറ്റിനോട് അയാൾ എത്ര ഗൗരവത്തിലാണ് അയാൾ തെറ്റ് ചെയ്തത്. ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും അതോറിറ്റിക്കെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സ്രഷ്ടാവ് പറയുന്ന ഒരു സംവിധാനത്തിനോട് പ്രതികരിച്ചു, അതിനോട് അനുകൂലമല്ലാത്ത രൂപത്തിൽ പ്രതികരിച്ചു എന്ന് പറയുന്നത് ശിക്ഷാർഹമായ കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു പുനരുദ്ധാനം അല്ലെങ്കിൽ ഒരു പുനർജന്മം, നമ്മളെ ഈ ലോകം നശിച്ച് മനുഷ്യരൊക്കെ ഇല്ലാതായിട്ട് വീണ്ടും പുനർജന്മം നൽകപ്പെടേണ്ട ആവശ്യകതയാണ് നമ്മൾ സമർത്ഥിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ വരാവുന്ന മറ്റൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ ഒരു പുനർജന്മം എല്ലാം നശിച്ചിട്ട് മനുഷ്യരെല്ലാവരും മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെയാണ് വീണ്ടും അതേ രൂപത്തിൽ പുനരുദ്ധാനം നൽകുക എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യം അവിടെ വരുന്നുണ്ട്. അവിടെ ഞാൻ പറയും, വിശുദ്ധ ഇസ്ലാമിന് ഖുർആൻ വളരെ മനോഹരമായിട്ട് ഒരു 4 ആർഗ്യുമെൻറ്റിലൂടെ അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഫസ്റ്റ് ക്രിയേഷൻ ആർഗ്യുമെൻ്റാണ്. അതായത് ഈ ഒരു ലോകത്തെ ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ ആദ്യമായി സൃഷ്ടിച്ച ഒരാൾ, നമ്മൾ ഉദാഹരണം പറയാം, ഈ ഒരു ബിൽഡിങ് വളരെ പ്ലാൻഡായിട്ട് നേരത്തെ തയ്യാറാക്കി അതിനെ നിർമ്മിച്ച ഒരാൾക്ക് ഇത് വീണ്ടും പൊളിച്ചിട്ട് രണ്ടാമത് നിർമ്മിക്കാന്ന് പറഞ്ഞാൽ പ്രയാസം സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ ഒന്നാമതായി ആദ്യഘട്ടത്തിൽ ഇത് ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ച ഒരാൾക്ക് സ്വാഭാവികമായിട്ടും രണ്ടാമത് ഇതിനെ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അതാണ് ഒന്നാമതായി പറയുന്നത്. രണ്ടാമതായിട്ട് ഒരു ഫിനോമോളജിക്കലായിട്ട് നമ്മളെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ആലോചിച്ചാൽ ഈ മഴയൊന്നും ലഭിക്കാതെ തരിശായി കിടക്കുന്ന ഒരു ഭൂമി, അതിൻ്റെ താഴ്ഭാഗത്ത് നിലനിൽക്കുന്ന ഒരു ചെറിയ വിത്ത് ഒരു മഴ വരുമ്പോൾ സ്വാഭാവികമായിട്ടാണ് ഉണരുകയും അത് വളർന്ന് ഒരു വലിയ വൃക്ഷമായി കാലങ്ങൾ കൊണ്ട് വളർന്ന് പന്തലിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ രൂപത്തിലേ ഉള്ളൂ ഈ രൂപത്തിൽ സൃഷ്ടാവിൻ്റെ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് ഒരു കോസ്മോളജിക്കലായിട്ട് ഇതിനെങ്ങനെ സമർത്ഥിക്കുക എന്നുള്ള, ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഭൂമി, പ്രപഞ്ചം, അതെല്ലാം ഉൾക്കൊള്ളുന്ന ഗാലക്സികൾ, മിൽക്ക് വേ ഗാലക്സികൾ, ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് മിൽക്ക് വേ ഗാലക്സികൾ അടങ്ങുന്ന ഗാലക്സി ക്ലസ്റ്ററുകൾ, അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് നമ്മുടെ ഈ അനുഭവവേദ്യമായ അല്ലെങ്കിൽ നിലവിൽ ശാസ്ത്രം കണ്ടെത്തിയ അനുഭവം എന്നാണ് ഈ ലോകം മാത്രം. ഇതിനപ്പുറത്തേക്ക് ഇനിയും ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ നമ്മൾ ഇനിയും കണ്ടെത്താനുള്ള ലോകം വേറെയും. ഇതെല്ലാം ഇത്രയും നിഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വളരെ സങ്കീർണമായ ഈ ലോകത്ത് മുഴുവൻ പടച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ സൃഷ്ടിച്ച ഒരാൾക്ക് ഈ മനുഷ്യരെ വീണ്ടും മരിച്ച ശേഷം പുനരുദ്ധാനം നൽകുക എന്നുള്ളത് ഈസിയാണെന്ന് യുക്തി പറയുമല്ലോ. അതെ, നമുക്ക് എങ്ങനെയും പറയാം. സൃഷ്ടാവ് എന്നുള്ളൊരു ആശയം പറയാതെ തന്നെ ഇവരൊക്കെ പറയുന്നത് പോലെ, സയൻസൊക്കെ ചിലപ്പോഴെങ്കിലും വാദിക്കുന്നത് പോലെ, ഊർജ്ജങ്ങളുടെ മാറ്റം കൊണ്ടൊക്കെ ഈ പ്രപഞ്ചം ഉണ്ടായി, ബിഗ് ബാങ് തിയറി കൊണ്ടൊക്കെ ഭൂമി ഉണ്ടായി, ഗ്രഹങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചില മാറ്റങ്ങളെ കൊണ്ട് ഒരുപക്ഷെ പുനർജന്മവും സാധ്യമാകും എന്ന് സയന്റിഫിക്കലി തന്നെ തെളിയിക്കാവുന്നതാണ്. പൊളിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. പിന്നെ അവസാനമായിട്ട് പറയുന്ന ഒരു ബയോളജിക്കൽ ആർഗ്യുമെൻ്റാണ്. ഈ മോളിക്കുലാർ ബയോളജി എന്നൊക്കെ പറയുന്ന വളരെ സൂക്ഷ്മതലങ്ങളിലുള്ള കോശങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖ. അപ്പോൾ അവിടെ അറിയാലോ, വളരെ സൂക്ഷ്മമായ ഒരു വസ്തു പൂർണ്ണാർത്ഥത്തിൽ നശിച്ച് ബാക്കിയാകുന്ന ഒരു ചെറിയ സെല്ലിൽ നിന്ന്, ചെറിയ കോശത്തിൽ നിന്ന് അതിൻ്റെ മുഴുവൻ ഡാറ്റകളും കണ്ടെത്തി പുനർജന്മം നൽകാൻ അല്ലെങ്കിൽ അതിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനുള്ള ശേഷിയിലേക്ക് നിലവിൽ ശാസ്ത്രം വികസിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം ഘട്ടത്തിൽ മനുഷ്യർ മണ്ണോട് ചേർന്നാലും അതിൽ നിന്ന് അവരെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണെന്ന് ഇത്തരം യുക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു വെച്ച സംഗതി വെച്ചാൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ സങ്കല്പങ്ങൾ ഒട്ടും യുക്തിക്ക് നിരക്കാത്തതല്ല. മാത്രമല്ല അതിനൊരു വലിയ മനോഹാരിത ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ ഒരു ഭയപ്പെടുത്തി അല്ലെങ്കിൽ കൊതിപ്പിച്ച് എന്നൊക്കെ പറയുന്നതിലൊക്കെ പിന്നിൽ ശരിക്കും ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജീവിയെ, ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ ജീവിതങ്ങളൊക്കെയും ഏറ്റവും മികച്ച ഒരു ജീവിത രീതിയാക്കി അവനെ ക്രമീകരിക്കുന്നതിലൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സംവിധാനത്തെ, ആ സിസ്റ്റത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവിതക്രമത്തെ വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസം രൂപപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പുനർജന്മമാണെങ്കിലും നമ്മുടെ അനന്തരമായൊരു നമ്മുടെ പരലോകത്തെക്കുറിച്ച്, ആഫ്റ്റർ ലൈഫിനെ കുറിച്ചൊക്കെ ആണെങ്കിലും അതിന് യുക്തിപരമായിട്ട് തന്നെ നമുക്കത് സമർത്ഥിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസ കാഴ്ചപ്പാടുകൾക്ക് അത്രയേറെ മനോഹാരിതയുണ്ട് എന്ന് തന്നെയാണ്.